ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കോവയ്ക്ക ഉണ്ടല്ലോ, കോവയ്ക്ക അടിപൊളിയായിട്ട് മെഴുക്ക് വരട്ടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കോവയ്ക്കയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്കെടുക്കാം. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ കോവയ്ക്കൊന്നുമില്ല. അപ്പോൾ അത് ഇത്രയും വാങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടിപ്പോയി. അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ടപ്പോൾ ഒന്ന് ഫ്രഷായി കേട്ടോ. അങ്ങനെ ഞാൻ നീളത്തിന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറേയൊക്കെ ഒന്ന് പഴുത്തു പോയതായിരുന്നു കേട്ടോ. പഴുത്താലും കുഴപ്പമില്ല. എന്തായാലും നല്ല ഇളം ടൈപ്പിലുള്ളതാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇതെല്ലാം നല്ലതുപോലെ വിളഞ്ഞതായിരുന്നു. പുറത്തുനിന്ന് വാങ്ങിയതായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതേ ഒരു സവാള അതേപോലെ നീളത്തിന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് ലൈറ്റായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചേക്കണം നമ്മുടെ കോവയ്ക്ക് ഇതിലോട്ട് ആഡാക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുവാണെങ്കിലോ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിലോ വളരെ എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. ഇത് വെറുതെ ആണെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു ഇളം പരുവത്തിനുള്ളത് നമുക്ക് പറിച്ച് കഴിക്കുന്നത് ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ കോവയ്ക്ക അങ്ങനെ പല പേരുകളുണ്ട് കേട്ടോ. ഞങ്ങൾ തിരുവനന്തപുരത്ത് കോവയ്ക്ക എന്ന് പറയും. ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ട് ഉപ്പ് കൂടെ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനൊക്കെ കുറച്ച് മുളക് പൊടി മതിയാവും കേട്ടോ. രണ്ട് മൂന്ന് തവണ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. വേഗം നമുക്കിതായി കുക്കായി കിട്ടിക്കോളും കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. മുന്നൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും നമ്മുടെ ചോറ് പാത്രത്തിലുണ്ടാകുന്ന ഒരു റെസിപ്പിയാണിത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വലിയ പിടുത്തം ഉണ്ടാവില്ല ഇതൊക്കെ. ഇതിൻ്റെ ടേസ്റ്റൊന്നും വലിയ ഇഷ്ടവും ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു വിഭവമായിരുന്നു ഇത്. അപ്പോൾ ഇത് നമ്മുടെ കോവയ്ക്ക് അത്ര ആഡാക്കി കൊടുത്തിട്ടുണ്ട്. പഴുത്തതാണെങ്കിലും നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതും കഴിക്കാം, നല്ലത് തന്നെയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വട്ടത്തിലും വേണമെങ്കിൽ അരിയാം കേട്ടോ. വട്ടത്തിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നില്ല. ഞാൻ നീളത്തിനാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് 2-3 സെക്കൻഡ് നമുക്കൊന്ന് അടച്ചടച്ച് വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ അത് ഇതായിക്കോളും. എന്നാലും നമ്മൾ അടച്ചടച്ച് വെച്ച് നല്ലതുപോലെ അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് ഇതായി വരണം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് കൊടുത്ത് വീണ്ടും ഇടയ്ക്ക് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അടിയിൽ പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. വീണ്ടും ഇളക്കി മറിച്ച് വെച്ച് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ അടച്ച് വെച്ച് നല്ലതുപോലെ ആവി കയറ്റി നന്നായിട്ട് ഇങ്ങനെ മെഴുക്ക് വരട്ടിയാക്കി എടുക്കുക. അപ്പോൾ ഈസി ടേസ്റ്റി കിടുക്കാച്ചയായിട്ടുള്ള നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഞാൻ പിന്നെ ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുളകുണ്ടല്ലോ, നമ്മുടെ വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ. അതുകൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ലൊരു ഫ്ലേവറുമാണ്. ചെറിയൊരു എരിവും ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതേ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അതേ വീണ്ടും ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ മൂടി വെച്ച് കൊടുക്കുക. വീണ്ടും 2 സെക്കൻഡ് 3 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും എടുക്കുക. വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ പലതവണ ഇളക്കി മറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടതുപോലെ തോന്നും. പക്ഷേ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ്. കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞ് നിറമൊക്കെ ചേഞ്ചായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ആവാനുണ്ട് കേട്ടോ. നല്ലതുപോലെ തന്നെ നിറമൊക്കെ ചേഞ്ച് ആവും കേട്ടോ. ഈ പച്ച കളറൊക്കെ അങ്ങോട്ട് ശരിക്കും മാറി ഒരു വാടിയ പരുവാകും കേട്ടോ. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരും. നമുക്കറിയാൻ പറ്റും. നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. ടേസ്റ്റ് ആയിട്ടുണ്ടാവും, വെന്തിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ. നല്ലൊരു വ്യത്യാസം വരും.
വീണ്ടും നമ്മൾ അടപ്പ് തുറന്ന് നോക്കുക, വീണ്ടും അടച്ച് വയ്ക്കുക. അങ്ങനെ 2-3 തവണ ഇങ്ങനെ മാറി മാറി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതേ കണ്ടില്ലേ, നിറമൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ വാടി ആ പച്ച കളറൊക്കെ അങ്ങോട്ട് മാറി അത് എന്തുവാണ് ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ്